ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് വിവാഹ ജീവിതത്തിൽ ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ MPC കോഴ്സിലൊക്കെ കയറ്റിയ ക്ലാസ് അനുസരിച്ച് തന്നെ പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത്. കൂടുതൽ മക്കളാണ് ഞങ്ങളുടെ സമ്പത്ത്. അതായത് ദൈവമാണ് ഒന്നാമത്തെ സമ്പത്ത്, രണ്ടാമത് പറയാനുള്ളത് മക്കളാണ് ഞങ്ങളുടെ സമ്പത്ത്. ദൈവത്തോട് ഞങ്ങൾക്ക് ഒരുമിച്ച് പറയാനുള്ളത് നന്ദി മാത്രമേ ഉള്ളൂ. നന്ദി, നന്ദി, നന്ദി. ഇന്ന് ഈ കുടുംബ നവീകരണ വർഷത്തിന്റെ സമാപന ചടങ്ങില് നമ്മുടെ ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത് ഒരു കൊച്ചു കുടുംബമാണ്. കൊച്ചു കുടുംബം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കുട്ടി, 2 കുട്ടികൾ, പോട്ടെ ഏറ്റവും കൂടുതൽ 3 കുട്ടികൾ. 1, 2, 3 10 കുട്ടികളുള്ള ചെറിയ കുടുംബത്തിന്റെ വലിയ രസകരമായ ഒരു കഥ കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. So, ladies and gentlemen, let's give a big round of applause and welcome Mr. Santosh and Ramya to the stage along with the beautiful 10 blessings. ഈ സുന്ദരി സുന്ദരന്മാരെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ലൊരു സന്തോഷമുണ്ട് അല്ലേ? ആ സന്തോഷം ഞങ്ങൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതേപോലെ ഉള്ള ഒരു ടീം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടായാലോ? എങ്ങനെ ഉണ്ടായിരിക്കും? ഒരു ക്രിക്കറ്റ് ടീം പോലെ അല്ലേ? നമുക്ക് ഈ ടീമിനെ ഒന്ന് ജസ്റ്റ് ആദ്യം പരിചയപ്പെടാം, അതിനുശേഷം അവർ ഇരിക്കുന്നതായിരിക്കും. സോ ആദ്യം ക്യാപ്റ്റൻ തന്നെ തുടങ്ങട്ടെ. 5 മക്കളായിരുന്നു ഞങ്ങളുടെ ആഗ്രഹത്തിൽ ആദ്യമേ ഉണ്ടായിരുന്നത്. 5 മക്കൾ വേണമെന്ന് പറയാൻ കാരണം എൻ്റെ വീട്ടിൽ ഞങ്ങൾ 5 മക്കളാണ്, 4 പെണ്ണും 1 ആണുമാണ്. ആ സമയത്ത് എന്നെ വളർത്തിക്കൊണ്ട് വന്ന ആ ഒരു വഴികൾ നോക്കുമ്പോൾ പാലുകാശി മലയുടെ ഒരു മണ്ടയ്ക്കായിരുന്നു വീട്. വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങളെ 5 പേരെയും വളർത്തിയത്. ഞാനൊക്കെ സ്കൂളിൽ പോയ സമയത്തൊക്കെ എനിക്കറിയാം 2 ജോഡി ഒരു മുണ്ടും അല്ലെങ്കിൽ അങ്ങനെ തന്നെ 4 ദിവസം പോയി പഠിച്ച് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന ആ ഒരു സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് പോകുന്ന ഒരു അനുഭവമായിരുന്നു. അപ്പോൾ അതും ഇവളോട് സംസാരിച്ചപ്പോൾ പങ്കാളി അതിന് യെസ് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചാണ് ആദ്യത്തെ വിവാഹ ജീവിതത്തിൽ ആദ്യത്തെ ദിവസം തന്നെ നമ്മുടെ MPC കോഴ്സിലൊക്കെ കയറ്റിയ ക്ലാസ് അനുസരിച്ച് തന്നെ പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ തുടങ്ങിയത്. ആ തുടങ്ങിയ 5 മക്കളെന്നുള്ളത് പിന്നീട് അത് 6-ലായി, 7-ലായി, ഇന്ന് 10-ലെത്തി നിൽക്കുന്നു. 5-ാമത്തെ ആൾ മുതൽ സിസേറിയനാണ്. അതിൽ 2 പേര് ഒരു ട്വിൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 5 സിസേറിയനും 2 പേര് അബോർട്ടായിട്ട് പോയിട്ടുമുണ്ട്. ഇങ്ങനെ ഞങ്ങളിപ്പോൾ 10-ൽ നിൽക്കുന്നു. താങ്ക് യു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഇവിടെ ഇരിക്കുന്ന പലരും ധ്യാനത്തിനൊക്കെ പോയതാണ്, വിവാഹത്തിന് മുൻപും ധ്യാനത്തിന് പോയതാണ്. പക്ഷെ ഇങ്ങനത്തെ ഒരു ചിന്ത ആരിലേക്കും എത്തിയില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയുള്ള നമ്മുടെ തലമുറയ്ക്ക് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് ധ്യാനത്തിന് പോകുമ്പോൾ ഇങ്ങനത്തെ കാര്യം കൂടി ഒന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞു കൊടുക്കണം അല്ലേ? അപ്പോൾ എനിക്കൊരു സംശയമുള്ളത്, രാവിലെയൊക്കെ നമ്മൾ സാധാരണ അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഇവരിൽ ആരുടെ കരച്ചിൽ കേട്ടിട്ടാണ് നിങ്ങൾ എഴുന്നേക്കുന്നത്, രാവിലെ എഴുന്നേക്കുന്നത്? പങ്കാളി പറയും. സത്യത്തിൽ കരച്ചിൽ കേട്ടിട്ടല്ല, ഞങ്ങൾ തലേദിവസം തന്നെ ഈശോയോട് ഇങ്ങനെ പറയും, രാവിലെ ഇത്ര സമയത്ത് എഴുന്നേൽക്കണം എന്ന് പറയും. ആ സമയത്തിന് കറക്റ്റ് സമയത്തിന് ഈശോ ഇന്നുവരെ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ അലാം സെറ്റ് ചെയ്ത് വെക്കും, 5 മണിക്കൊക്കെ അലാം സെറ്റ് ചെയ്ത് വെക്കും. പക്ഷെ 4:58, 4:57 ആ സമയത്തിന് ഈശോ എഴുന്നേൽപ്പിക്കാറുണ്ട്. ദൈവപരിപാലനയാണ് ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്. കാരണം ദൈവാശ്രയബോധമാണല്ലോ തലേദിവസം നമ്മൾ ഈശോയോട് പറഞ്ഞിട്ട് കിടക്കുന്നത്. ആ ഒരു വിശ്വാസവും ആ ഒരു ആശ്രയബോധമാണ് ആ സമയം. അതിലാണ് മക്കളുടെ കരച്ചിൽ കേട്ടിട്ട് അല്ലെങ്കിൽ അവർ ഉറങ്ങുന്നത്, അവർ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഡിസ്റ്റർബ് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ എഴുന്നേറ്റ് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ എഴുന്നേൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അലാം ഓഫാക്കി വയ്ക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നമ്മൾ 1ഉം 2ഉം മക്കളൊക്കെ മാതാപിതാക്കളെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ പറയാറുണ്ട്, എൻ്റെ ദൈവമേ ഇതുങ്ങളെ ഒന്ന് ഒരുക്കി രാവിലെ സ്കൂളിൽ വിടുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ തലവേദന. അവരെ രാവിലെ എഴുന്നേൽപ്പിക്കണം, പല്ല് തേക്കണം, കുളിപ്പിക്കണം. അതോടൊപ്പം തന്നെ അവിടെ ഏറ്റവും ബുദ്ധിമുട്ട് അവർ പറയുന്ന സോക്സ് ഒന്ന് കണ്ടെത്തണം. ഇതെല്ലാം 2 പേർക്ക് ഉള്ള കുട്ടികൾക്കുള്ള മാതാക്കൾക്ക് ചെയ്യാൻ സാധിക്കാത്തപ്പോൾ രമ്യ 9 മക്കളെയും സ്കൂളിൽ വിടുവാന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, 9 മക്കളെയും സ്കൂളിൽ വിടുന്നുണ്ട്. രാവിലെ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എൻ്റെ രമ്യ? ദൈവപരിപാലനം മാത്രമാണ് അതിന് ഏറ്റവും ആദ്യം ഞാൻ പറയേണ്ടത്. പിന്നെ മൂത്ത മക്കൾ 4 പേരും അവരുടെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യും.
യൂണിഫോം സാധനങ്ങൾ അതെല്ലാം അവർ തന്നെ അയൺ ചെയ്ത് കൊണ്ടുപോകും. ടിഫിൻ ബോക്സ് എടുക്കാനുള്ളത് അവരെല്ലാം സെറ്റ് ചെയ്ത് തന്നെ വെക്കും. ജസ്റ്റ് ഒന്ന് വിളമ്പി കൊടുക്കണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഇളയവരുടെ കാര്യങ്ങൾ അവർ സ്വന്തമാണ് ചെയ്യുന്നത്. ഇപ്പോൾ അംഗൻവാടി പോകേണ്ട മക്കളുണ്ട്, അവരുടെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് വെച്ച് കൊടുക്കും. അവർ തന്നെ ധരിച്ചിട്ട് അവർ തന്നെയാണ് എടുത്തിടുന്നത്. ഞാൻ അംഗൻവാടി പഠിക്കുന്ന കുട്ടികളും സ്വന്തം എടുത്തിടും. അവർ സ്വന്തം എടുത്തിടും. ചിലപ്പോൾ ഞാൻ അലമാരിയിലുണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സ്വന്തം എടുത്തിട്ടോളും. അത് ഇടുന്നത് ചിലപ്പോൾ കറക്റ്റ് തന്നെയായിരിക്കും. അല്ലെങ്കിൽ എന്നോട് ചോദിക്കും എങ്ങനെ ഇടേണ്ടത്, ഇങ്ങനെയാണോ തിരിച്ചാണോ ഇടേണ്ടതെന്ന് ചോദിക്കും. അവർ തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ദൈവപരിപാലനം കൊണ്ട് മാത്രമാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ചോറ് വാരി കൊടുക്കുന്ന മാതാപിതാക്കൾ ഇവിടെ ഉണ്ടാവും അല്ലേ? മക്കൾക്ക് ചോറ് വാരി കൊടുത്ത് ഓടിച്ചു വിടുന്ന മാതാപിതാക്കൾ ഉള്ളപ്പോഴാണ് നേഴ്സറി പഠിക്കുന്ന കുട്ടികൾക്കും സ്വന്തം ഡ്രസ്സ് ഇട്ട് പോകാൻ സാധിക്കും എന്നുള്ളത്. അതോടൊപ്പം ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തികമാണ്. സ്കൂൾ തുറക്കുന്ന ഒരു സമയമാകുമ്പോഴേ എല്ലാവർക്കും ടെൻഷനാണ്. മക്കൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങുക, അവർക്കുള്ള യൂണിഫോം, അതിനുള്ള ആവശ്യങ്ങൾ, ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ 9 മക്കൾക്ക് വേണ്ടി വരുമ്പോൾ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? സന്തോഷം, എങ്ങനെയാണ് ആ സമയത്ത് നമ്മൾ ടെൻഷൻ, എത്രമാത്രം ടെൻഷൻ ഉണ്ട്? അല്ലെങ്കിൽ കൂളാണോ? കൂൾ മാൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണോ? ഈ ഒരു ചോദ്യത്തിന് എനിക്ക് പറയാനുള്ളത്, മലാഖിയുടെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ 3-ാം അധ്യായത്തിൽ, ദശാംശം എൻ്റെ കലവറയിലേക്ക് കൊണ്ടുവരുവൻ, എൻ്റെ ആലയത്തിൽ ഭക്ഷണം ഉണ്ടാവട്ടെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമോ എന്ന് നിങ്ങൾ പരീക്ഷിച്ചറിയുവൻ. അതായത് ദൈവം പറയുന്ന ഒരു വചനമാണത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ എന്നെ അറിയാവുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം. ഇവിടെ ഞങ്ങൾ ഇടവക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് ഈ മക്കളെ പ്രതി അങ്ങനെ ടെൻഷൻ അനുഭവിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അതായത് ഒരാൾ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയാലും അതിൻ്റെ പരിസരത്ത് നിന്ന് പോലും ആ ഹോസ്പിറ്റലിൽ ചെലവിനുള്ള ഒരു ജോലി മേഖല അല്ലെങ്കിൽ ഒരു സ്ഥലം എനിക്ക് വേണ്ടി അവിടെ ക്രമീകരിച്ച് ദൈവം വെച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് 1 ലക്ഷം രൂപ വേണമെന്ന് ഈ 10 മക്കളെ തന്ന കർത്താവിന് അറിയാം. അതുകൊണ്ട് ആ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ജോലി, അതായത് ഒരാളുടെ അടുത്ത് നിന്ന് മേടിക്കുകയല്ല ചെയ്യുക, അതിനനുസരിച്ച് ഇൻകവും നമുക്ക് ഇതേപോലെ തന്നെ കൂട്ടി തന്നുകൊണ്ടായിരിക്കുക. അപ്പം ഇതിൽ ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്, ഈ ദശാംശം നമ്മൾ കൊടുക്കാനായിട്ട് തയ്യാറാകുന്നതിൻ്റെ പേരിലാണ് ഇത് സാധ്യമാകുന്നത്. എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, ഞാൻ ഇതുപോലും പഠിച്ചത് ഈ ജീസസ് യൂത്ത് കൂട്ടായ്മയിൽ നിന്നാണ്. ഒരു അമ്മച്ചിയാണ് എന്നോട് പറഞ്ഞത്, 6000 രൂപ മാസ ശമ്പളം കിട്ടുന്ന സമയത്ത് ഈ കമ്പനി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചി പറഞ്ഞു, സന്തോഷേ ദശാംശം കൊടുത്തു തുടങ്ങുക. അന്ന് വരെ ചെയ്തുകൊണ്ടിരുന്നത് ഞായറാഴ്ച പള്ളിയിൽ പോകുമ്പോൾ മാക്സിമം 50 രൂപ അല്ലെങ്കിൽ 20 രൂപ നേർച്ചയിട്ടുകൊണ്ടിരുന്നത് ഞാൻ ശാലോം തുടങ്ങുന്ന സമയത്താണ്. അന്ന് ശാലോമിലേക്ക് 300 രൂപ അയച്ചു കൊടുത്ത് നമ്മൾ അതിൽ ഒരു അംഗത്വം എടുത്ത് തുടങ്ങിയപ്പോൾ ഈ 6000 എന്നുള്ള 12 24 സ്വന്തമായി ബിസിനസ്സുകളായി. അതുകൊണ്ട് എനിക്ക് മക്കൾ എത്രയുണ്ടെങ്കിലും എനിക്കറിയാം, ഒരാളെ കർത്താവ് തരുമ്പോൾ അവർക്ക് വേണ്ട ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ജോലി മേഖല, ഒരു കമ്പനികൾ, ഈ ഇൻ്റർനാഷണൽ ലെവലിൽ പോലും ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന മെറ്റീരിയൽ സിസ്റ്റം പോലെ ഇറക്കുന്നുണ്ട്. അതിൽ പോലും ഇഷ്ടംപോലെ ആളുകളെ ദൈവം ഞങ്ങൾക്കായിട്ട് ക്രമീകരിച്ച് തരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ സാമ്പത്തിക മേഖലയോ പഠനത്തിൻ്റെ കാര്യത്തെക്കുറിച്ചോ യാതൊരു ടെൻഷനും എനിക്കില്ല. ഇനി നാളെക്കുറിച്ച് പോലും ഇവർ +2 കഴിഞ്ഞ് ഇവർ എന്തിലേക്ക് പോകും എന്നൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഇവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, തമ്പുരാനിലേക്ക് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. കാരണം മനുഷ്യനിലേക്ക് നോക്കുന്നതിനെക്കാട്ടിലും ദൈവത്തിലേക്ക് നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്, ദശാംശം കൊടുക്കുക എന്ന് പറയുമ്പം ഏറിയ ആൾക്കാർക്കും ചെറിയൊരു മടിയുള്ളൊരു കാര്യമാണ് അല്ലേ? അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കാൻ, അങ്ങനത്തെ ഒരു നന്മയുണ്ടാകും. മലാക്കിയുടെ പുസ്തകത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഏവർക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മുടെ ഭാഗത്തു നിന്ന് ദശാംശം കൊടുത്തു കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും എന്നുള്ളത്. അങ്ങനെ ഞാൻ മക്കളോടുള്ള ചോദ്യത്തിൽ, ഇങ്ങനെ വളരെ എക്സ്പെൻസീവ് ഒക്കെ ആണല്ലോ, ഇത്ര മക്കളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ടൂറ്, സിനിമ, അങ്ങനെയൊക്കെ ഉള്ളത് എന്തെങ്കിലും മിസ്സാവുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ കുറേ മക്കളുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒന്നിനും അങ്ങനെ പിശുക്കോ അങ്ങനെയൊന്നുമില്ല. എന്നാൽ ആവശ്യമല്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ നടക്കാറുണ്ട്. ഇപ്പോൾ സിനിമയ്ക്ക് പോകണമെങ്കിൽ സിനിമയ്ക്ക് പോവും. എല്ലാ വർഷവും തന്നെ ഒരു ടൂറ് ഞങ്ങൾ എവിടെയെങ്കിലും പോകാറുണ്ട് വെക്കേഷൻ്റെ ടൈമിൽ. പിന്നെ അങ്ങനെ കുറേ മക്കളുള്ളതിൻ്റെ പേരിൽ ഞങ്ങൾ ഇത് ചെയ്യില്ല അത് ചെയ്യില്ല അങ്ങനെ ഒരു സംഭവം ഇന്ന് വരെ അങ്ങനെ കുറവ് കാര്യങ്ങളൊന്നും ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും എന്തെങ്കിലും പറയാനുണ്ടോ രമ്യക്ക് എന്നെ സംബന്ധിച്ച്?
അങ്ങനെ മോൾക്ക് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ കുറേ മക്കളുണ്ടായതുകൊണ്ട് എനിക്കിത് കിട്ടാതെ, അല്ലെങ്കിൽ രണ്ടുപേരെ ചേച്ചി ഞാൻ മാത്രമായിരുന്നു എനിക്ക് കുറച്ചുകൂടി കിട്ടുമായിരുന്നു, കുറച്ചുകൂടി അടിപൊളിയാകായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇവരുള്ള കാരണമാണ് എനിക്ക് ഇത്രയും നാളത്തെ ലൈഫ് എനിക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റിയതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷം ഒരു ടൂർ എപ്പോഴും ഉണ്ടാകാറുണ്ട്. അതെല്ലാവരും കൂടി ഒരുമിച്ച് പോകാറാണുള്ളത്. എല്ലാ വർഷവും ഒരു ധ്യാനത്തിൽ പങ്കെടുക്കാറുണ്ട്, അതും ഫാമിലി ആയിട്ട് പോവും. അപ്പം ഇത്രയും മക്കളുള്ളതിന്റെ പേരിൽ അങ്ങനെ ഒന്നും ഒഴിവായിപ്പോയതായിട്ട് തോന്നിയിട്ടുണ്ട്. ആദ്യം ഏത് വണ്ടിയായിരുന്നു ഉണ്ടായിരുന്നേ? ആദ്യം ബൈക്കായിരുന്നു. ബൈക്കായിരുന്നു. രണ്ട് കുഞ്ഞായപ്പോഴത്തേക്കും 4 വീല് തന്നു. അത് 5 സീറ്റർ വണ്ടിയാണ് തന്നത്. പിന്നെ അതിനുശേഷം 5 മക്കളായപ്പോഴത്തേക്കും 7 സീറ്റർ തന്നു. അങ്ങനെ ഇപ്പോൾ 2 7 സീറ്റർ ഉണ്ട്, ഒരു 5 സീറ്റും ഉണ്ട്. അപ്പോൾ നമ്മുടെ മക്കളുടെ എണ്ണത്തിനനുസരിച്ച് സാമ്പത്തിക മേഖലകളിലും അതുപോലെ അനുഗ്രഹിക്കുന്നുണ്ട്. യാത്ര ചെയ്യാനുള്ള വാഹനങ്ങളും അതോടൊപ്പം തരുന്നുണ്ട്. ഓക്കെ, ശരിക്കും നമ്മുടെയൊക്കെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മക്കളുണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ സാമ്പത്തികം ഉണ്ടാവുമോ, ബുദ്ധിമുട്ടല്ലേ എന്ന ചിന്തയാണ് നമ്മൾ മെയിനായിട്ട് കുട്ടികളുടെ എണ്ണം കുറയ്ക്കാനുള്ള കാരണം. ഇനി മക്കളോടുള്ള റാപ്പിഡ് ക്വസ്റ്റ്യൻ, സ്പീഡ് ചോദ്യം ചോദിക്കും, ഉത്തരം പറയണം. റെഡിയാണോ? യെസ്, റെഡിയാണ്. ഓക്കെ, മോൻ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, ഇതിൽ നിങ്ങളിപ്പോൾ വീട്ടിൽ എല്ലാ മക്കളും ചെറുതായിട്ട് അടിയൊക്കെ കൂടുമല്ലോ, ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്ന ആരാണ്? ചിക്കു എവിടെയാണ്? ചിക്കു ഒന്ന് കൈവക്കിക്കേ. ചിക്കു ആണ് ഫൈറ്റ് ചെയ്യുന്നത് ആദ്യം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ അടിയൊക്കെ വാങ്ങുന്ന ആരാണ്? അടിയൊക്കെ വാങ്ങുന്ന ഒരാളുണ്ടല്ലോ, ഒരാൾ ഇരിക്കുമ്പോൾ ഒരാൾ ഏകദേശം അടിയൊക്കെ വാങ്ങൂലേ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും തിരിച്ചു കൊടുക്കുന്നവരാണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ അച്ഛനും അമ്മയും അല്ലേ, അതിൽ കുറച്ച് ഭീകരനോ ഭീകരി ആരാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്ന ആരാണ്? സ്ട്രിക്റ്റ് ആരാണ്? നീ പറയടാ, ആരാണ്? രണ്ടുപേരും ഒരേപോലെ മോനെ വരുന്നേ ആരാണ്? പപ്പയാണോ മമ്മിയാണോ കൂടുതൽ ദേഷ്യപ്പെടുന്നത്? ആരാണ്? മമ്മിയാണ് ദേഷ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഒരു ചോദ്യം കൂടെ ഉണ്ട്. മമ്മി സ്ഥിരം പറയുന്ന വാക്ക് എന്താണ്? സ്ഥിരം നമ്മൾ പറയില്ലേ, ഓ ഇവനെയൊക്കെ എന്ത് ചെയ്യാന്നൊക്കെ പറയുന്നില്ലേ? നീ പറഞ്ഞേ, എന്താ മമ്മി അങ്ങനെ പറയാറുണ്ട്? എന്തെങ്കിലും മമ്മി എപ്പോഴെങ്കിലും പറയുന്നേ? ചില അമ്മമാരെങ്ങനെ എപ്പോഴും കണ്ടില്ലേ, പറയാറില്ലേ? ഉണ്ടോ? അമ്മമാരെന്ന് പറഞ്ഞ് പറയാറുണ്ടോ അങ്ങനെ? ടീച്ചർ പറയുന്നത് പറയാറുണ്ടെന്ന്. ഉണ്ട്, എല്ലാവരും പലപ്പോഴും അങ്ങനെ പറയാറുള്ളതാണ്. അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? ഒന്നൊരു പണിയില്ലേന്ന് ചോദിക്കാറുണ്ട്. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേന്നല്ലേ? ഓക്കെ, അപ്പം അങ്ങനെ സന്തോഷത്തോടെ പോകുന്ന ഒരു കൊച്ചു കുടുംബമാണ്. ഇനി നമ്മൾ കുറച്ചും കൂടി ഒരു സീരിയസിലേക്ക് കടന്നു കഴിഞ്ഞാൽ, സാധാരണ ഏറ്റവും കൂടുതൽ നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ കേൾക്കുന്നത് ഇതാണ്: ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ മക്കളെ അതിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല. അവർ നന്നായി സ്കൂളിലൊക്കെ പഠിക്കുന്നുണ്ട്, പക്ഷെ ഇവർ വേദപാഠം പഠിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ അവർക്കത് സാധിക്കുന്നില്ല, അവർക്ക് അതിനുള്ള താല്പര്യമില്ല എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ മക്കളെ എങ്ങനെയാണ് നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നത്? ആർക്ക് വേണേലും പറയാം. വിശ്വാസ ജീവിതത്തിൽ ഞങ്ങൾ ആദ്യമേ കൊടുക്കുന്ന ഒരു പാഠം എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയ്ക്കാണ്. അതായത് 2002 ഞാൻ ഈ വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ തുടങ്ങിയപ്പോൾ തന്നെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള മാറ്റങ്ങൾ വരാൻ തുടങ്ങിയത്. ദൈവകൃപയാലാണ് എല്ലാം ലഭിച്ചത് മുഴുവനും. വിശുദ്ധ കുർബാനയ്ക്കാണ് ഒന്നാമത്തെ പ്രാധാന്യം കൊടുക്കുക. അത് തന്നെ ഏത് യാത്രകളിലായാലും ഞാൻ വിശുദ്ധ കുർബാന മുടക്കാറില്ല. അതായത് ഇപ്പം ദൂരെ എവിടെയെങ്കിലൊക്കെ യാത്രയ്ക്ക് പോകണമെങ്കിൽ, ഏത് യാത്ര ചെയ്യണേലും അതിനനുസരിച്ച് സമയം ക്രമീകരിച്ചിട്ട്, ഞാനിപ്പോൾ ട്രെയിനിലാണെങ്കിൽ അതിനനുസരിച്ച് സമയം ക്രമീകരിച്ചിട്ട് യാത്ര ചെയ്യും. അതല്ലെങ്കിൽ വണ്ടിക്കാണ് പോകുന്നെങ്കിൽ 3 മണിക്ക് എഴുന്നേറ്റാ പോകുന്നെങ്കിൽ തൃശ്ശൂരിന്നോ കോഴിക്കോടെന്നോ ഏത് നാട്ടിൽ നിന്നായാലും അവിടെ നിന്ന് കുർബാന കണ്ടിരിക്കും. ഇനി അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ വൈകുന്നേരത്തേക്ക് കുർബാന വെക്കാറുള്ളൂ. എനിക്ക് രാവിലെ ഫസ്റ്റ് പ്രയോറിറ്റി കുർബാനയ്ക്ക് കൊടുക്കുക എന്നുള്ളതാണ്. വിശുദ്ധ കുർബാനയിൽ നിന്നാണ്. അത് തന്നെ മക്കളോട് പറയുക, എൻ്റെ കൂടെ തന്നെ രാവിലെ കുർബാനയ്ക്ക് വരണമെന്ന് പറയാറുണ്ട്. അപ്പം ഇപ്പം മൂത്തവർ 4 പേരും ഒട്ടുമിക്ക ദിവസങ്ങളിലും കുർബാനയ്ക്ക് എൻ്റെ കൂടെ തന്നെ കുർബാനയ്ക്ക് വരും. സാധിക്കുന്ന 5 മണിക്കത്തെ 5:45 കുർബാനയ്ക്കാണെങ്കിൽ പങ്കാളിയും വരും. വിശുദ്ധ കുർബാനയിലാണ് ഒന്നാമത്തേത് കൊടുക്കുക. രണ്ടാമത്തേത് ഞങ്ങൾ പ്രയോറിറ്റി കൊടുക്കുന്നത് കുടുംബ പ്രാർത്ഥനയ്ക്കാണ്. കുടുംബ പ്രാർത്ഥന ഒരു ദിവസം പോലും മുടക്കാറില്ല. അത് വണക്കമാസങ്ങൾ പോലും 4 വണക്കമാസം മമ്മിയുണ്ട്, മമ്മി ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ വണക്കമാസം പോലും ഒന്നും മുടക്കാറില്ല. അപ്പം കുടുംബ പ്രാർത്ഥനയ്ക്കാണ് രണ്ടാമത്തേത്. കുടുംബ പ്രാർത്ഥന കഴിഞ്ഞാൽ ഞങ്ങൾ ഭക്ഷണമാണ്, ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്ന എത്ര സമയം എടുത്താലും ഞങ്ങൾ ഇവരുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഷെയറിങ് ഒരു പ്രധാനമാണ്.
പിന്നെ വരുന്നത് ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരു പ്രാർത്ഥനയുണ്ട്. കിടക്കാൻ നേരത്താണ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന് കൈപിടിച്ചൊരു പ്രാർത്ഥനയുണ്ട്. കുരിശുവരയ്ക്ക് ശേഷം എല്ലാവരും പരസ്പരം സ്തുതി കൊടുക്കലും ചുംബനം കൊടുക്കലും എല്ലാം ഒരുമിച്ചുണ്ട്. അത് മമ്മി ആയാലും എല്ലാവരും അങ്ങനെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവരുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവർ വന്നു കഴിഞ്ഞാൽ ഈ മമ്മി ഈ വാക്ക് പറയാനായിട്ടുള്ള കാരണം തന്നെ അതുപോലും പിള്ളേർ മിസ്സായതാണ്. ഇവരെല്ലാവരും LP ആദ്യം വന്നു, പിന്നെ UP വന്നു, പിന്നെ ഹൈസ്കൂൾ വിഭാഗം വന്നു, പിന്നെ ഹയർ സെക്കൻഡറി ലാസ്റ്റാണ് വരുന്നെങ്കിലും ഇവരെല്ലാവരും ഇവരുടെ കാര്യങ്ങൾ ഓരോ ദിവസം ഷെയർ ചെയ്യാറുണ്ട്. അതിനൊരു കുറവും ഇവള് വരുത്താറില്ല. ഞാൻ ഇല്ലെങ്കിൽ തന്നെ അത് വരുത്താറില്ല. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ആദ്യം പറയാൻ പറ്റുന്നത് മെയിനായിട്ട് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാനയും ഞങ്ങളുടെ പ്രാർത്ഥനകളുമാണ്. പിന്നെ എല്ലാ ദിവസവും മക്കൾ സ്കൂളിൽ പോകുന്ന സമയത്ത് കുരിശ് വരച്ച് അനുഗ്രഹം മേടിക്കാതെ പോവാറില്ല. അത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം മിസ്സായാൽ പോലും ചേട്ടായി കൊണ്ടുവിടുകയാണ് ചെയ്യുന്നത് രാവിലെ. അപ്പോൾ സ്കൂളിൽ ഇറങ്ങി നിന്ന് ആര് കൂട്ടുകാർ അടുത്തുണ്ടോന്നോ ഒന്നും ആര് കാണുന്നുണ്ടോന്നൊന്നും അവർ നോക്കാറില്ല. അവർ ആ ഒരു ബ്ലെസ്സിങ്, ആ ഒരു കുരിശ് വര സ്വീകരിച്ചിട്ട് സ്കൂളിലോട്ട് പോവാറുള്ളൂ. സാധാരണ കുട്ടികൾക്ക് അച്ഛൻ്റെയും അമ്മേൻ്റെയും കൂടെ സ്കൂളിൽ പോകുക എന്ന് പറയുന്നത് തന്നെ ഒരു നാണക്കേടുള്ള സമയമാണിത്. ആ സമയത്ത് മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് കുരിശ് വര മേടിക്കുക എന്നൊക്കെ പറയുന്നത് ദാറ്റ് ഇസ് സംതിങ് ഗ്രേറ്റ്. സോ ഐ തിങ്ക് എന്നും കുർബാന കാണാൻ പോകുന്നു, യാത്രകളിൽ പോലും കുർബാന കാണുന്നു എന്നൊക്കെ പറയുന്നതിന് നമ്മൾ നല്ലൊരു കയ്യടി കൊടുക്കണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? എല്ലാ ദിവസവും കുർബാന കാണുകയും മക്കളോട് കാര്യങ്ങൾ ഭംഗിയായിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുന്നത് ആ തീരുമാനം നമുക്കും തീർച്ചയായിട്ട് എടുക്കാൻ സാധിക്കും. 5 സിസേറിയൻ 5 എന്ന് പറഞ്ഞു. സാധാരണ ഡോക്ടർമാരൊന്നും ഒരിക്കലും അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. 2 അല്ലെങ്കിൽ 3 കഴിയുമ്പം ഡോക്ടർമാർ പറയുന്നത് നിർത്തുക എന്നാണ് മെഡിക്കൽ സയൻസ് സാധാരണയായിട്ട് കേട്ട് വരുന്നത്. അപ്പോൾ ഡോക്ടറിനെ എങ്ങനെ കൺവിൻസ് ചെയ്യാൻ സാധിച്ചു? അല്ലെങ്കിൽ ഡോക്ടർ മാറി വേറെ സ്ഥലത്ത് പോയിട്ടാണോ അടുത്ത ഓപ്പറേഷൻ ചെയ്തത്, സിസേറിയൻ ചെയ്തത്? ഇല്ല, എൻ്റെ 10 മക്കളിൽ 9 പേരും തൊക്കിലങ്ങാടി ക്രിസ്തുരാജ് ഹോസ്പിറ്റലിലായിരുന്നു. ഡോക്ടർ റീനയാണ് ലാസ്റ്റൊക്കെ ചെയ്തത്. ഒരാൾ മാത്രം മാനന്തവാടി സെൻറ്റ് ജോസഫ്സിലുണ്ടായിരുന്നു. 5 സിസേറിയൻ കഴിഞ്ഞു. പക്ഷേ ഈ 5ാമത്തെ സിസേറിയന് ശേഷം പിറ്റേ ദിവസം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, യൂട്രസ് അത്രയ്ക്ക് സേഫാട്ടോ, ഇനിയും വേണമെങ്കിൽ ആകാം എന്നൊരു വാക്കാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം 2 കഴിഞ്ഞ് മാക്സിമം 3 എന്ന് ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞ് നമ്മുടെ അമ്മച്ചിമാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ യൂട്രസ് അത്രയ്ക്ക് സേഫാണ്, ഇനിയും ആവാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. കാരണം ഇനിയും ആവാലോ എന്നൊരു സന്തോഷം, ഒരു ആശ്വാസമൊക്കെയാണ് ഞങ്ങളിലേക്ക് വന്നത്. അതുകൊണ്ട് അങ്ങനെ 4 പോവാം. ശരിക്കും വിവാഹത്തിന് ശേഷം രമ്യ ഉറങ്ങിയിട്ടുണ്ടോ? സത്യത്തിൽ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പിതാക്കന്മാരും അച്ഛന്മാരൊക്കെ പറഞ്ഞതുപോലെ 3-4 മണിക്കൂറൊക്കെ എന്തായാലും ഉറങ്ങും രാത്രിയിൽ. പകല് വിശ്രമിക്കാൻ സമയം കിട്ടാറില്ല. കാരണം നമ്മൾ കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പണിയൊക്കെ ചെയ്യും. പക്ഷെ എന്നാൽ ആ ഒരു ക്ഷീണം എനിക്ക് തോന്നാറില്ല. കാരണം 12 മണി 11:30-ക്കൊക്കെയാണ് കിടക്കുന്നത്. 5 മണി 6 മണിക്കൊക്കെ ഏൽക്കും. പക്ഷെ അതിനിടയ്ക്ക് എന്തായാലും ഫീഡിങ്ങിന് വേണ്ടി 2 പ്രാവശ്യമൊക്കെ എഴുന്നേക്കും. പക്ഷെ എന്നാൽ പോലും എനിക്കൊരു ക്ഷീണം തരാറില്ല. ഞാനത് എപ്പോഴും ഇങ്ങനെ പങ്കാളിച്ചേട്ടായോട് ഇങ്ങനെ പറയാറുണ്ട്, രാത്രി ഇത്ര മണിക്കൂർ ഉറങ്ങിയുള്ളൂ പക്ഷെ എനിക്കൊരു ക്ഷീണവും ഇല്ല. എനിക്കിങ്ങനെ ഉറങ്ങണമെന്ന് ആഗ്രഹമുണ്ട് പകല്, പക്ഷെ എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. രാത്രി ഇത്ര സമയം ഉറങ്ങാതിരുന്നിട്ടും ഉറക്കം വരുന്നില്ല. എന്താണെന്നറിയില്ല. പക്ഷെ അത് ദൈവകൃപയെന്ന് എനിക്ക് പിന്നീട് മനസ്സിലാവുന്നത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ, ഗ്രേറ്റ്. ഇനി നമുക്ക് അവസാനത്തെ ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. ഇന്ന് കുർബാന മധ്യേ പറഞ്ഞതുപോലെ ദൈവം സൃഷ്ടിച്ചത് ഒരുമിച്ച് ജീവിക്കാനും സന്തതികളെ പെരുകുന്നതിനും വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നീ സമയത്ത് ഏകദേശം എല്ലാവരും തന്നെ ഏകരായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്തിലൂടെ പോകുന്നത്. ഏകരല്ലെങ്കിൽ തന്നെ 2 പേര് ജീവിക്കുന്നു, ഒരുമിച്ച് ജീവിച്ചാൽ മതി, മക്കൾ വേണ്ട എന്നൊരു ചിന്ത. മക്കളുണ്ടായാൽ തന്നെ 1 അല്ലെങ്കിൽ 2 അതിൽ കൂടുതൽ നമ്മൾക്കിപ്പോൾ കാണാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഫാമിലിയിൽ കാണാൻ സാധിക്കില്ല. അങ്ങനെ വരുന്ന ഒരു യുവാവിനോട് മക്കൾ കൃപയാണ്, ദൈവത്തിൻ്റെ ദാനമാണ്, അല്ലെങ്കിൽ സമ്മാനമാണ് എന്നെങ്ങനെ പറഞ്ഞ് അവതരിപ്പിക്കാൻ സാധിക്കും? അതായത് അതിൽ ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് ഈശോ പറഞ്ഞ പോലെ തന്നെയാണ്. നീ എവിടെ താമസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈശോ പറഞ്ഞല്ലോ, വന്ന് കാണുവിൻ എന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ചോദിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ മക്കളെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇവരുടെ മുഖത്തോട് നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഈ 10 പേരെ ഒരുമിച്ച് കാണുമ്പോൾ സന്തോഷം. അത് തന്നെയാണ് ഞാൻ പറയാനുള്ളത്. മക്കളെ കണ്ടുകൊണ്ട് തന്നെ മക്കളുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ കണ്ടിട്ടും നമ്മൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഇത് തന്നെയാണ്. കൂടുതൽ മക്കളാണ് ഞങ്ങളുടെ സമ്പത്ത്. അതായത് ദൈവമാണ് 1ാമത്തെ സമ്പത്ത്, 2ാമത് പറയാനുള്ളത് മക്കളാണ് ഞങ്ങളുടെ സമ്പത്ത്. അതുകൊണ്ട് ഈ യുവജനങ്ങളോടായാലും എല്ലാവരോടും പറയാനുള്ളതേ ഉള്ളൂ,
കൂടുതൽ മക്കളുണ്ടെങ്കിലല്ലേ നമുക്ക് നാളെ ആയാലും പിതാവ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സമുദായവും നമ്മുടെ ഈ ഒരു ജീവിതത്തിലെ നമ്മുടെ ആഗ്രഹങ്ങൾ പോലും ചില കാര്യങ്ങൾ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുമ്പോഴും ഈശോ ആഗ്രഹിച്ചതുപോലെ ആദ്യത്തെ കൽപ്പന തന്നെ ഇതാണല്ലോ നമ്മളോട് പറയുന്നത്, സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ പാലിച്ചില്ലെങ്കിൽ പോലും കർത്താവ് നൽകിയ ഈ ഒരു ഇതിനോട് ഞങ്ങൾ എല്ലാ രീതിയിലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ പോകുമ്പോഴും ഞങ്ങൾക്ക് പറയാനോട് ഇതേ ഉള്ളൂ. ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഞങ്ങൾ ഈശോ ആഗ്രഹിക്കുന്ന രീതി മാത്രം കടന്നു പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മക്കളോട് പറയുന്നതേ ഉള്ളൂ, സ്വർഗത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് ഓടുക. വേറെ ഒരു കാര്യത്തെക്കുറിച്ചും ഞങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കാറില്ല. താങ്ക് യു. ഓക്കെ, അവസാനമായിട്ട് നമ്മുടെ ദൈവം തന്ന അനുഗ്രഹം, ഇത്രയും അനുഗ്രഹം തന്നു. ഈ അനുഗ്രഹത്തിന് ഇത്രയും നല്ലൊരു സദസ്സിൽ പിതാക്കന്മാരുടെ മുൻപിലും അച്ഛന്മാരുടെ മുൻപിലും അത് ഇടവകാജനങ്ങളുടെ മുമ്പിലും നമുക്ക് ദൈവത്തോട് എന്താണ് പറയാനുള്ളത്? ദൈവത്തോട് ഞങ്ങൾക്ക് ഒരുമിച്ച് പറയാനുള്ളത് നന്ദി മാത്രമേ ഉള്ളൂ. നന്ദി, നന്ദി, നന്ദി. ദൈവം നൽകിയ ഈ അനുഗ്രഹത്തിനും പ്രത്യേകിച്ച് ഈ സമയം ഞങ്ങളെ ഇവിടെ ആയിരിക്കുന്നത് തന്നെ മക്കളെ പ്രതിയാണ്. കൂടുതൽ മക്കളുള്ളതിൻ്റെ പേരിലാണ് ദൈവം ഞങ്ങളെ ഒരുമിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് നന്ദിയാണ്. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.